ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വീട് പണിയുടെ ഒരു പ്രധാന ഘടകമാണ് ലിൻഡൽ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ലിൻഡൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ലിൻഡലിൻ്റെ കൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ലിൻഡൽ എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ ഓപ്പണിങ്സ് അഥവാ വിൻഡോസ്, ഡോർസ് അങ്ങനെയുള്ള ഭാഗങ്ങളുടെ മുകളിലായിട്ട് വരുന്ന ഒരു ബെൽറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിൻഡൽ എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? ലിൻഡലിൻ്റെ കൂടെ സാധാരണയായി നമ്മൾ വരുന്നത് സൺഷെയ്ഡ് എന്ന് പറയുന്നൊരു ഭാഗം കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. ലിൻഡലിൻ്റെ മുകളിലായിട്ടാണോ ചെയ്യുന്നത്, താഴെയായിട്ടാണോ ചെയ്യുന്നത് എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. പക്ഷേ ലിൻഡലിൻ്റെ മുകൾ ഭാഗത്ത് ചേർത്തല്ല, ലിൻഡലിൻ്റെ താഴെ ഭാഗം ചേർത്ത് വേണം സൺഷെയ്ഡുകൾ ചെയ്യാനായിട്ട്. അതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ ലിൻഡലിന് എന്തുമാത്രം ഹൈറ്റ് വേണം? സാധാരണഗതിയിൽ ലിൻഡലിന് നമ്മൾ 15 സെൻറ്റിമീറ്ററാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ലിൻഡലിന് 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്ത് നമ്മൾ എത്രയാണോ ഭിത്തിയുടെ കനം, ആ കനത്തിൻ്റെ അത്രയും ഭാഗം നമ്മൾ ലിൻഡലായിട്ട് തന്നെ വാർത്ത് ചെയ്യണം. ഇതിന് നമുക്ക് എന്തുമാത്രം കമ്പി ആവശ്യമുണ്ട് എന്ന് പലർക്കും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. പലരും കൂടുതൽ കമ്പി ഉപയോഗിക്കാറുണ്ട്, ചിലർ 2 കമ്പി മാത്രം ഉപയോഗിക്കുന്നു. അങ്ങനെയൊന്നും അല്ല. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 4 കമ്പികൾ കൃത്യമായി ഇതിൽ ഫുൾ സ്ഥലങ്ങളിലും ഉപയോഗിക്കണം. അഥവാ ഒരു ഭിത്തിയുടെ എത്രയൊക്കെ ഭാഗമുണ്ടോ ആ ഭാഗത്തെല്ലായിടത്തും 4 കമ്പി എന്തായാലും ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്റ്റിറപ്പ് എന്ന് പറയുന്ന ഭാഗം ചിലർ വളരെ അകലത്തിലിടുന്നത് കണ്ടിട്ടുണ്ട്. 25 സെൻറ്റിമീറ്റർ മുതൽ 1 അടി അഥവാ 30 സെൻറ്റിമീറ്റർ വരെ ഗ്യാപ്പിൽ ലിൻഡലിന് സ്റ്റിറപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്രയും നമ്മൾ ചെയ്യുന്നത് അത്ര ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. സാധാരണ ഒരു ബെൽറ്റ് ഇടുമ്പോൾ ഞാൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് 15 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കും ഇടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബലത്തിൽ നമുക്ക് ആ ഭാഗത്തിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റണം. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ വയറിങ് ഇതിനകത്തുകൂടെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ബലം വേണ്ടിയിട്ട് നമ്മൾ 15 സെൻറ്റിമീറ്റർ അകലത്തിലായിട്ട് സ്റ്റിറപ്പ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളൊരു ഭാഗമാണ് സൺഷെയ്ഡിന് കമ്പി ഇടുമ്പോഴുണ്ടാകുന്നൊരു പ്രധാന പ്രശ്നം. സൺഷെയ്ഡിന് സാധാരണ കട്ട് പീസ് കമ്പികൾ ഉപയോഗിച്ച് വെറുതെ ഈ സൺഷെയ്ഡ് നേരെ ലിൻഡലിനകത്തേക്ക് വെറുതെ കമ്പികൾ കയറ്റി വയ്ക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാളും ക്ലിയറായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് കമ്പിയുടെ വളച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാകുമ്പോൾ ഒരു ഹുക്ക് പോലെ നമുക്ക് ആ ലിൻഡലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൺഷെയ്ഡിനെ നമുക്ക് അവിടെ ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ ബലം കൂടും. അതാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കമ്പിയുടെ ബലവും കാര്യങ്ങളും അല്ലെങ്കിൽ ഷെയ്ഡിനുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ചെറിയ ജർക്കുകളോ എല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത്രയും തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പണിങ്സ് വരുന്നത്. നമ്മുടെ വിൻഡോസിൻ്റെയോ ഡോർസിൻ്റെയോ മുകളിൽ നമ്മൾ താഴെ ഭാഗത്തായിട്ട് ലിൻഡലിൻ്റെ താഴത്തെ 2 കമ്പികൾ പോകുന്നതിൻ്റെ നടുക്ക് കൂടെ ഒരു കമ്പി കൂടെ ഇടുക. അത് ലിൻഡൽ എവിടെയാണോ നമ്മുടെ വിൻഡോ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഡോറ് തുടങ്ങുന്നത് അതിനേക്കാളും 2 വശത്തേക്കും ഒരു 50 സെൻറ്റിമീറ്റർ കൂടെ വരത്തക്ക വിധത്തിലാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവിടെ ഈ ഹാങ് ആവുന്ന അല്ലെങ്കിൽ അത് സാഗ് ചെയ്യുന്നൊരു സ്വഭാവം ഇല്ലാതാക്കാൻ പറ്റും. കൂടുതൽ പൊട്ടലുകളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ആ ഒരു ബലം ഇല്ലാത്തത് കൊണ്ടും കൂടെ ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പണിങ്ങിനകത്ത് ഒരു എക്സ്ട്രാ റോഡ് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സൺഷെയ്ഡ് ചില കോൺട്രാക്റ്റൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അവർ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ജനലിൻ്റെ മുകളിൽ മാത്രം സൺഷെയ്ഡുകൾ അവർ ഭിത്തിയിൽ ചെയ്യാറുണ്ട്. അത് ഡിസൈൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കൊള്ളാം. അല്ലാത്ത ഭാഗത്ത് നമ്മൾ ഫുൾ സൺഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ഭിത്തിയുടെ ഫൗണ്ടേഷനുമായിട്ട് ചേരുന്ന ഭാഗവും അതുപോലെ തന്നെ ഈ ജനൽ കഴിഞ്ഞ് വരുന്ന ഭാഗത്തും വെള്ളം മഴ പെയ്യുമ്പോൾ അടിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ഉള്ളിൽ ചെങ്കല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഭാഗമാണെങ്കിൽ അതിൻ്റെ കളറ് പുറത്തേക്ക് വരത്തക്ക വിധത്തിൽ മഴ നനയുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സൺഷെയ്ഡ് ബാക്ക് സൈഡുകളിലൊക്കെ കൊടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ലിൻഡലിനകത്തൂടെയുള്ള വയറിങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ തന്നെ ഒരു ഭാഗത്തുണ്ട് ലിൻഡലിനകത്തൂടെ എങ്ങനെയാണ് വയർ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക, ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ലിൻഡലിനകത്തൂടെ വയറിങ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ നമ്മളുടെ ഭിത്തി മുഴുവനും വെട്ടി നമുക്കത് കളയാതെ നമുക്ക് ലിൻഡലിനകത്തൂടെ അത്യാവശ്യം വേണ്ട പൈപ്പുകളും സർക്യൂട്ടുകളും എല്ലാം തന്നെ അതിനകത്തൂടെ കൊണ്ടുപോകാൻ പറ്റും. അതിന് മാത്രം പൈപ്പുകളൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം വരുന്ന 7 8 വയറുകൾ കയറി പോകത്തക്ക വിധത്തിൽ 1 2 പൈപ്പുകൾ മാത്രമേ ലിൻഡലിനകത്തൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞിട്ട് ലിൻഡലിൻ്റെ ഈ കോൺക്രീറ്റിൻ്റെയോ അല്ലെങ്കിൽ ആ ലിൻഡലിൻ്റെ ക്വാളിറ്റിയോ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. കാര്യം അതൊരു ബെൽറ്റ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ തട്ടിനകത്ത് റൂഫിനകത്ത് നമ്മൾ പൈപ്പുകൾ ഇടാറുണ്ട്. റൂഫിന് വേറെ പ്രോബ്ലംസ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ലിൻഡലിനകത്തൂടെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ലിൻഡൽ എന്ന് പറയുന്നത്
കനം കുറച്ച് ചെയ്യുകയോ കൂട്ടി ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ലിൻഡൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി രണ്ട് സൈഡിലും അതുപോലെ തന്നെ അതിൻ്റെ റണ്ണർ എന്ന് പറയുന്ന താഴത്തെ ഭാഗത്തതും ക്ലിയർ ആയിട്ട് ഷട്ടറിങ് ചെയ്യാൻ നമ്മൾ പറയണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൾജിങ് സംഭവിക്കുന്നത് ആ ഭാഗങ്ങളിലായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ലിൻഡലിൻ്റെ ഷട്ടറിങ് പെർഫെക്റ്റ് അല്ലെങ്കിൽ വളരെയധികം ബൾജിങ് ഉണ്ടാകും. താഴെ നിന്ന് ഭിത്തി കെട്ടി വരുന്ന ഭാഗത്തിനേക്കാളും ബൾജ് ചെയ്തിട്ട് ലിൻഡലിൻ്റെ ഭാഗം നിൽക്കും. അത് പിന്നെ അവസാനം കട്ട് ചെയ്ത് കളയേണ്ട പ്രശ്നം വരും. ഇല്ലെങ്കിൽ ആ കനത്തിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലവണ്ണം അവരോട് പറയണം. നല്ലവണ്ണം ഇതിനെ ഷട്ടറിങ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ടത് ശേഷം മാത്രമേ ലിൻഡലിൻ്റെ കോൺക്രീറ്റ് ചെയ്യാവുള്ളൂ. പലരും ചെയ്യുന്നൊരു പ്രധാന കാര്യമാണ് സൺഷെയ്ഡിൻ്റെ വീതി കുറയ്ക്കുക എന്ന് പറയുന്നത്. ചിലർ 40 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്റർ, ചിലർ 50 സെൻറ്റിമീറ്റർ ഒക്കെ വയ്ക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ 60 സെൻറ്റിമീറ്റർ വീതിയാണ് വെക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഷട്ടറിങ് ഷീറ്റ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ വീതിയിലാണ്. പക്ഷേ ഒരു ഷട്ടറിങ് ഷീറ്റിൻ്റെ വീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിനെ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ വെക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. നമുക്കറിയാം സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് പടികൾ ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ പടികൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്നൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടി നനയാതിരിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പടി നനയും. കാറ്റടി വന്നു കഴിഞ്ഞാൽ പടി നനയാതിരിക്കത്തില്ല. പക്ഷേ ഡയറക്റ്റായിട്ട് വെള്ളം മുകളിൽ നിന്ന് അതുമേലേക്ക് വീഴാതിരിക്കുക എന്നുള്ള രീതിക്ക് വെച്ചിട്ട് നമ്മൾ 80 സെൻറ്റിമീറ്റർ മുതൽ 90 സെൻറ്റിമീറ്റർ വരെ ഷട്ടർ പുറത്തേക്ക് തള്ളിയിട്ട് നമ്മൾ അവിടെയെല്ലാം ഷെയ്ഡ് വാർക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെ വശങ്ങളിൽ കൂടുതൽ തള്ളലോടുകൂടി സൺഷെയ്ഡ് വാർക്കാറുണ്ട്. അതുപോലെ ലിൻഡലിൻ്റെ കൂടെ വരുന്നൊരു ഭാഗമാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഏരിയ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കൂടുതൽ ഭാഗത്തും അങ്ങനെയാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ലാൻഡിങ് ഏരിയയും ഈ സ്റ്റെപ്പിൻ്റെ ലാൻഡിങ് ഏരിയയും കൂടെ നമ്മൾ അതിനകത്ത് കണക്കാക്കേണ്ടതുണ്ട്. അതും കൂടി കണക്കാക്കിയതിന് ശേഷം മാത്രമേ ഒരു ലിൻഡൽ വാർക്കാവുള്ളൂ. അല്ലാതെ ലിൻഡൽ വാർത്തതിന് ശേഷം ഈ സ്റ്റെയർ കേസിൻ്റെ കമ്പികളെല്ലാം പുറത്തേക്ക് ഇട്ടിട്ട് അത് പിന്നീട് ചേർത്ത് വാർത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും എപ്പോഴും പെർഫെക്റ്റ് എന്ന് പറയുന്നത് സൺഷെയ്ഡ് വാർക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ലിൻഡൽ വാർക്കുന്ന കൂട്ടത്തിൽ തന്നെ സ്റ്റെപ്പിൻ്റെ ഭാഗങ്ങളും കൂടെ വാർത്ത് പോയാൽ കുറച്ചുകൂടെ ബലം നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലിൻഡൽ വാർത്ത് കഴിഞ്ഞ് സൺഷെയ്ഡിൻ്റെ മുകളിലെല്ലാം അതിൻ്റെ മുകളിലേക്ക് കട്ട കെട്ടാൻ ലിൻഡലിൻ്റെ മുകളിലേക്ക് കട്ട കെട്ടാനുള്ള കട്ടയെല്ലാം സൺഷെയ്ഡിൻ്റെ മുകളിലെടുത്ത് അടുക്കി വയ്ക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് ചെയ്യുന്നത് ശരിയല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിൻഡൽ മാത്രമാണ് കൗണ്ടർ വെയിറ്റ് ആയിട്ട് ഉണ്ടാകുക. പുറകിലേക്ക് ഭാരം ഉണ്ടാകാറില്ല. സൺഷെയ്ഡിൻ്റെ മുകളിൽ കട്ട അങ്ങ് അടുക്കി വെച്ച് കഴിയുമ്പം സൺഷെയ്ഡിൻ്റെ വെയിറ്റ് വ്യത്യാസം വന്നിട്ട് പല പ്രശ്നങ്ങളും ക്രാക്കുകളും പല ഭാഗങ്ങളും പിന്നീടുണ്ടായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം മാക്സിമം ലിൻഡൽ വാർത്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കെട്ടുന്ന കട്ടകളുടെ ഒരു കാരണവശാലും കട്ടകളെടുത്ത് സൺഷെയ്ഡിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് അനുവദിക്കരുത്. അത് അനുവദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള പ്രോബ്ലംസും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് റൂഫ് വാർക്കുന്നതിന് മുൻപ് സൺഷെയ്ഡിന് താഴെയുള്ള ഷട്ടറിങ് ഒഴിവാക്കുക. അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം റൂഫിൻ്റെ വെയിറ്റും കൂടെ ഈ പറയുന്ന ലിൻഡലിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഷട്ടറിങ് ഊരാൻ പറയാവൂ, അല്ലെങ്കിൽ ഷട്ടറിങ് ഊരുന്നത് നല്ലതാവുള്ളൂ. അല്ലാത്ത കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ആൾക്കാരെല്ലാം കൂടെ ഈ സൺഷെയ്ഡിൽ കൂടെ നടക്കുകയോ അല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയോ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഈ പറയുന്ന സൺഷെയ്ഡിന് ചെറിയ ജെർക്കിങ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ ഷട്ടർ അഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ജാക്കി കൊടുത്ത് അതിനെ ആ ജാക്കിയിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം കൂടെ ചെയ്യണം. അല്ലാത്ത പക്ഷം ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള ജെർക്കിങ് ഉണ്ടായിട്ട് ആ സമയത്തൊന്നും കാണിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ലൈൻ പോലെ കാണിക്കും. അത് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഷെയ്ഡിൻ്റെ അല്ലെങ്കിൽ ലിൻഡലിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഭിത്തിയുമായിട്ട് ചേരുന്ന ഭാഗങ്ങളിൽ വളരെ ലൈറ്റായിട്ടുള്ള ലൈന് പോലെ ചില ഷ്രിങ്കേജ് എന്ന് പറയുന്നത് പോലെ, പക്ഷേ അത് ഷ്രിങ്കേജ് അല്ല, ചിലപ്പോൾ ഈ പറയുന്ന സൺഷെയ്ഡിൽ നടന്നത് കൊണ്ടുണ്ടായ ജെർക്കിങ് ആയിരിക്കാം. ആ ജെർക്കിങ് കൊണ്ട് അവിടെ അങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ 90 സെൻറ്റിമീറ്ററോ 80 സെൻറ്റിമീറ്ററോ ഒക്കെ പണിയുന്ന ഷെയ്ഡുകൾ. അത് നമ്മൾ സാധാരണ അറിയാമല്ലോ, നമ്മൾക്ക് സിറ്റ് ഔട്ടിൻ്റെ ഭാഗങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. ആ സിറ്റ് ഔട്ടിൻ്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ അടുക്കളയുടെ പുറത്തേക്കുള്ള ഭാഗങ്ങളിലോ ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ തുമ്പത്തൊക്കെ വന്ന് നല്ല രീതിയിലുള്ള വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ താഴാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും 80-90 സെൻറ്റിമീറ്ററുള്ള സൺഷെയ്ഡുകളുടെ എൻഡിൽ പോയി നമ്മൾ വെയിറ്റുള്ളൊരു വസ്തു വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരാൾ കയറി നിന്ന് ചാടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് നല്ലതല്ല. അതെല്ലാം റൂഫ് ചെയ്തതിന് ശേഷം റൂഫിൻ്റെ വെയിറ്റും കൂടെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും പ്രശ്നങ്ങൾ അതിനെ വരാതിരിക്കും. നിങ്ങൾ ഏത് ലിൻഡൽ വാർക്കുകയാണെങ്കിലും ലിൻഡൽ വാർക്കുമ്പോൾ എന്തായാലും പണിക്കാരെ കൊണ്ട്
അതിന് വൈബ്രേറ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് മസ്റ്റായിരിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ അങ്ങനെയല്ല, ചിലരിപ്പോഴും വൈബ്രേറ്റർ യൂസ് ചെയ്യാതെ കമ്പിയോ അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന കരണ്ടി പോലെയുള്ള ഉപകരണങ്ങളോ ഉപയോഗിച്ച് കുത്തി നിറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഏരിയ ആയതുകൊണ്ട് നമ്മൾ കമ്പിയിട്ട് കുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, പഴയ കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ലിൻഡലിന് കനം കൂടുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പികൾ കൂടുകയോ ചെയ്തതുകൊണ്ട് ലിൻഡലിന് ഒരു പ്രയോജനവും കൂടുതലായി ചെയ്യില്ല. നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമുള്ള രീതിയിൽ എന്താണോ അതിൻ്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ, അതിനനുസരിച്ച് മാത്രം നമ്മൾ ലിൻഡലായാലും ഏത് വർക്കായാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അതാണ് ശരിക്കുമുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.